നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ കാരണം നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നാൽ ഇവർ യുഎഇയിലേക്ക് തിരിച്ചെത്തുന്നത് യുഎഇയിൽ ഇപ്പോഴുള്ള പ്രവാസികൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ വിപണി മെച്ചപ്പെടുത്തുന്നതും തൊഴിൽ പുരോഗമിക്കുന്നതുമൊക്കെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ജീവനക്കാരില്ലാതെ പ്രവർത്തനം മുരടിച്ചു പോയ നിരവധി കമ്പനികളുണ്ട്. നാട്ടിലുള്ളവർ മടങ്ങിയെത്തുമ്പോൾ കമ്പനികളുടെ പ്രവർത്തനം പഴയ രീതിയിലേക്ക് എത്തും. കോവിഡ് പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിലും യുഎഇയിൽ നിലവിലുള്ള വ്യാപാര, നിർമ്മാണ, ഷിപ്പിംഗ് മേഖലകളെല്ലാം വളരെയധികം മെച്ചപ്പെട്ട നിലയിലാണ്. എന്നാൽ ഷിപ്പിംഗ്, ലോജിസ്റ്റിക് മേഖലയിൽ കോവിഡ് കാലത്തും വലിയ പ്രതിസന്ധി നേരിട്ടിട്ടില്ല എന്ന അഭിപ്രായത്തിലാണ് വിദഗ്ധർ. ദുബായ് എക്സ്പോ 2020 തുടങ്ങാനിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിദഗ്ധ, അവിദഗ്ധ മേഖലകളിൽ ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് തുറക്കപ്പെടാൻ പോകുന്നത്. പലരും നേരിട്ടും അല്ലാതെയും അഭിമുഖം പൂർത്തിയാക്കി നിയമനം കാത്തു കഴിയുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സെപ്റ്റംബറിൽ സ്കൂളുകൾ സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കുണ്ട്. അഭിമുഖം പൂർത്തിയാക്കി നിയമനത്തിനായി ഇവർ കാത്തിരിക്കുകയാണ്. IT രംഗത്ത് പുതിയ നിയമന സാധ്യതകൾ കുറവാണ്. നെറ്റ്വർക്ക്, കണക്ടിവിറ്റി മേഖലകൾ ഒഴിച്ച് IT സംബന്ധമായ മറ്റു ജോലികൾ വീടുകളിലിരുന്ന് ചെയ്യാനുള്ള സാഹചര്യമായിരിക്കും ഒരുങ്ങുന്നത്. നാട്ടിലിരുന്നും വിദേശത്തെ ജോലി ചെയ്യാൻ എളുപ്പമാണെന്നിരിക്കെ ഈ ഒരു മേഖലയിൽ പുതിയ നിയമനം വേണ്ടിവരില്ല. വിനോദസഞ്ചാര മേഖല ഇനി വരുന്ന ദിവസങ്ങളിൽ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ട്. ചെറുതും വലുതുമായ ഒട്ടേറെ ട്രാവൽ ടൂർ ഓപ്പറേറ്റർമാർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ദുബായ് എക്സ്പോ ആരംഭിക്കുമ്പോൾ കൂടുതൽ കമ്പനികളും വിനോദസഞ്ചാരികളും ദുബായിൽ എത്താൻ ഒരുങ്ങുകയാണ്. ഡെസേർട്ട് സഫാരി, സിറ്റി ടൂർ ആരംഭിച്ചു. പുതിയ വിനോദസഞ്ചാര ഇടങ്ങളും രാജ്യം കോവിഡ് നിയന്ത്രണങ്ങളോടെ സഞ്ചാരികൾക്കായി തുറന്നിട്ട് കഴിഞ്ഞു. സംരംഭകർക്കായി ഇളവുകളോടെ ദുബായ് സാമ്പത്തിക കാര്യ വകുപ്പ് പുതിയ ലൈസൻസുകൾ നൽകി കഴിഞ്ഞു. നിക്ഷേപ സൗഹൃദ നഗരം എന്ന നിലയിൽ വേഗത്തിൽ തീർക്കാവുന്ന നടപടിക്രമങ്ങളും സാമ്പത്തിക ചെലവ് ലഘൂകരിച്ചുമാണ് ലൈസൻസ് നൽകുന്നത്. നിയമപരമായ രേഖകൾ ശരിയാക്കിയാൽ കേവലം ഒരാഴ്ച കൊണ്ട് ബിസിനസ് തുടങ്ങാൻ സാധിക്കും. വാണിജ്യം, വ്യാവസായികം, പ്രൊഫഷണൽ ലൈസൻസുകളെല്ലാം വേഗത്തിൽ കിട്ടുകയും സംരംഭകരും ജീവനക്കാരും വർദ്ധിക്കുകയും ചെയ്യും. ഭക്ഷ്യവ്യാപാരം, വെറ്റിനറി സേവനം, ജ്വല്ലറി തുടങ്ങിയ രംഗങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. പ്രോപ്പർട്ടി, നിർമ്മാണ മേഖലകളിൽ വലിയ പുരോഗതിയും ഉണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.